ഹലോ, അപ്പോൾ എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മളെ റെസിപ്പി എന്ന് വെച്ച് കഴിഞ്ഞാൽ വീട്ടിൽ ഉള്ള ചേരുവകൾ കൊണ്ട് തന്നെ നമുക്ക് എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റാവുന്ന ഒരു ഡെസേർട്ടാണ് തയ്യാറാക്കുന്നത്. കുട്ടികൾക്കൊക്കെ ഇത് വളരെ ഇഷ്ടപ്പെടും. അപ്പോൾ നിങ്ങൾ പുറത്ത് പോയി ഐസ്ക്രീം ഒന്നും മേടിച്ചു കൊടുത്ത് കാശ് കളയേണ്ട കാര്യമില്ല. നമുക്ക് ഐസ്ക്രീമിന് പകരം ഇത് നമുക്ക് വീട്ടിൽ തന്നെ ചെയ്തു കൊടുക്കാവുന്ന ഒരു റെസിപ്പിയാണ് ഇത്. അതിനായി ഞാൻ ഒരു മിക്സിയുടെ ജാറിലേക്ക് നമ്മൾ പുഴുങ്ങി വെച്ചിരിക്കുന്ന ക്യാരറ്റാണ് ഇത്. ഞാനൊരു വലിയൊരു ക്യാരറ്റാണ് എടുത്തിരിക്കുന്നത്. ആ ക്യാരറ്റ് പുഴുങ്ങിയതും കൂടി ഇട്ട് അതിലേക്ക് നമ്മൾ അല്പം പാലും കൂടെ ചേർത്ത് നല്ലപോലെ മിക്സിയിൽ നമ്മൾ അടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. നല്ലപോലെ പേസ്റ്റ് രൂപത്തിൽ അടിച്ചെടുക്കണേ. അടുത്തതായി നമ്മൾ പാൻ ചൂടാക്കുകയാണ് ചെയ്യുന്നത്. അതിലേക്ക് നമ്മൾ ഇനി മിൽക്കാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അത് നിങ്ങളുടെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് വേണം മിൽക്കൊക്കെ എടുക്കാനായിട്ട്. അപ്പോൾ ഞാൻ മിൽക്ക് ഒഴിച്ച് അത് നല്ലപോലെ ഒന്ന് വന്ന് വരുമ്പോഴത്തേനും അപ്പോൾ ഇതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ചേക്കുന്ന ക്യാരറ്റാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അത് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് കുറേശ്ശെ ഒന്ന് ഇളക്കി കൊടുക്കാവേ. അഥവാ അത് കട്ടി പിടിക്കാൻ ചാൻസ് ഉണ്ട്. അതിനുശേഷം മാത്രമേ ബാക്കിയുള്ളതും കൂടി ഇട്ട് കൊടുക്കാവുള്ളേ. ഇത് ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മളിത് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഫ്ലെയിം ലോ ചെയ്ത് വെച്ചിട്ട് വേണം നമ്മളിത് ചെയ്യാനായിട്ട്. അല്ലെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് കട്ടി പിടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇത് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇത് നമ്മൾ ലോ ഫ്ലെയിമിലിട്ടാണ് ചെയ്യുന്നത്. അല്ലെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് കട്ടി പിടിക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ്. അപ്പോൾ ഇതാ ചെറുതായിട്ടൊന്ന് കുറുകി വരുന്നുണ്ട്. കൈവിടാതെ നമ്മൾ ഇതുപോലെ നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കണേ. അഥവാ ഇത് കട്ടി പിടിക്കുക. അതുകൊണ്ടാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇത് ഞാൻ പറയുന്നത്. അപ്പോൾ ഇത് നമുക്ക് കുട്ടികൾക്കൊക്കെ സ്കൂളും കഴിഞ്ഞ് വരുമ്പോഴത്തേനും അവർക്ക് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് ഇത്. പിന്നെ നിങ്ങളുടെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് വേണം ഇതിനകത്തുള്ള ഓരോ ചേരുവകളും ചേർക്കാൻ. ഇനി അതിലേക്ക് ഞാൻ നെയ്യാണ് ആഡ് ചെയ്യുന്നത്. ഇത് ഓപ്ഷനിലാണ്. എനിക്ക് നെയ്യുടെ ഫ്ലേവർ ഇഷ്ടമായതുകൊണ്ട് മാത്രമാണ് ഞാനിത് ചേർക്കുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് അവോയ്ഡ് ചെയ്യാവുന്നതാണ്. ഒഴിക്കണമെന്നൊന്നും നിർബന്ധമൊന്നുമില്ല. എല്ലാവർക്കും നെയ്യുടെ ഫ്ലേവർ ഇഷ്ടപ്പെടണമെന്നില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഇനി അതിലേക്ക് നമ്മൾ നട്ട്സായിട്ട് ബദാമാണ് എടുത്തേക്കുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കാഷ്നട്ടൊക്കെ ഇടാവുന്നതാണ്. ഇത് നമ്മൾ നല്ലപോലെ ഒന്ന് ക്രഷ് ചെയ്തിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. അതായത് നമ്മൾ വന്ന് കഴിയുമ്പോഴത്തേനും നമ്മൾ ഇതിലേക്ക് ഷുഗറാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അത് നിങ്ങളുടെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് വേണം നിങ്ങൾ ഷുഗർ എടുക്കാൻ. അധികം ഷുഗർ ഇതിനകത്ത് ആവശ്യമില്ല. പിന്നെ നമ്മൾ കുട്ടികൾക്കല്ലേ ഇത് കൊടുക്കുന്നത്. അപ്പം നമ്മൾ ഒരുപാട് ഷുഗർ ചേർക്കേണ്ടുന്ന കാര്യമില്ല. അപ്പോൾ അത് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാവേ. അപ്പോൾ ഇത് അവിടെ ഇരുന്ന് നല്ലപോലെ ഒന്ന് കുറുകട്ടെ. ഇത് കുറുകി വരുമ്പോഴത്തേനും നമുക്ക് നമ്മളുടെ ക്യാരറ്റ് ഡെസേർട്ട് തയ്യാറായിട്ടുണ്ട്. ഇത് ക്യാരറ്റ് നിങ്ങൾ സെപ്പറേറ്റ് മേടിച്ച് ചെയ്യേണ്ടുന്ന കാര്യമൊന്നുമില്ല. നമുക്ക് ഈ മലക്കറിയൊക്കെ മേടിക്കുമല്ലോ. അപ്പോൾ ആ കിറ്റിനകത്ത് നമുക്ക് അധികം 1-2 ക്യാരറ്റൊക്കെ ചിലപ്പം കിട്ടാറുണ്ട്. അത് നമ്മൾ അതിനകത്ത് കടന്ന് അതൊന്ന് വാടി വരുമ്പോഴത്തേക്കും നമ്മളിത് എടുത്ത് കളയാറാണ് ചെയ്യുന്നത്. അപ്പോൾ ആ എടുത്ത് കളയുന്ന ക്യാരറ്റ് ആയാൽ പോലും തന്നെ നമുക്ക് ഈ ഡെസേർട്ട് എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കി കൊടുക്കാവുന്നതാണ്. വലിയ പാടൊന്നുമില്ല. നമുക്ക് എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കി കൊടുക്കാം. അന്നേരം കുട്ടികൾ പെട്ടെന്ന് ഒന്ന് ചോദിച്ചാൽ പോലും തന്നെ ഉള്ള ചേരുവകൾ വെച്ച് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. ക്യാരറ്റും പഞ്ചാരയും ഷുഗറും ഉണ്ടെങ്കിൽ തന്നെ നമുക്കിത് എളുപ്പത്തിൽ തയ്യാറാക്കാനും പറ്റും. നെയ്യ് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതിയേ. കുട്ടികൾക്കൊക്കെ ഇത് കൊടുക്കുമ്പോൾ വളരെ ഇഷ്ടപ്പെടും. തണുപ്പിച്ച് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിത് കഴിക്കാവുന്നതാണ്. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.